ഈ ഒരു സാധനം കാണാൻ വേണ്ടി നമ്മളിവിടെ കയറി വന്നത് കേട്ടോ. എനിക്ക് ആക്ച്വലി സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ ബൈക്ക് എടുത്തുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴേക്കും കാണുന്ന കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്കൊന്നും വേറെ പണിയില്ല, ഇത്രയും കഷ്ടപ്പെട്ട് ബൈക്കിൽ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്ത് നടക്കാനായിട്ട് വട്ടാണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ചോദിക്കുന്നവരോട് ഒന്നേ പറയാനായിട്ടുള്ളൂ, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അതെങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ഇപ്പം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം ചെയ്യുക. കാര്യം നാളെ എന്നൊരു ദിവസം ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. സോ മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക. അങ്ങനെ നമ്മൾ കൊളുക്കുമല കണ്ടു, അവിടുത്തെ മീശപ്പുലിയെ കണ്ടു. ആക്ച്വലി അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓഫ് റോഡ് ജീപ്പോ ആയിട്ട് തിരിച്ച് നമ്മൾ സൂര്യനെല്ലിയിൽ വന്നു. സൂര്യനെല്ലിയിൽ വന്നപ്പോഴാണ് നമ്മൾ അടിപൊളി കുറച്ച് പിള്ളേരെ കണ്ടത്. അവരോട് സംസാരിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു അവിടെ ചൂണ്ടയിടാൻ പറ്റിയൊരു സ്ഥലമുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അവിടെ ചൂണ്ടയിടാൻ വേണ്ടി പോവാണ്. ഞാനിവിടെ കൊണ്ട് ഇവന്മാരുടെ ഇപ്പോൾ ഒറ്റ മീൻ മതി എന്ന് പറയുമ്പോഴേക്കും കൊച്ചു കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ മീൻ പിടിക്കാതെ. അപ്പോൾ നമുക്ക് അത് കയറല്ലേ? നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നത്? ഓ അതെ, ഈ മനുഷ്യനുണ്ടല്ലോ, അന്ന് മൂന്നാർ അന്ന് ആദ്യമായിട്ട് നിങ്ങളെ പിടിച്ചേ. അടിപൊളി, നിങ്ങളെ പിടിച്ചു. ആ വീട് വീട്ടില്ല, ആ വീടിക്ക് തുടക്കം. ഓക്കെ, അപ്പൊ നിങ്ങളെ ഫ്രണ്ട് കയറിയോ? മീൻ കിട്ടുമോ? സ്ഥലം എങ്ങനെയുണ്ട്? ആ പാലം നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് ആ പാലത്തിന്റെ അവിടെ പോയാലോ? എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവിടെ നല്ലൊരു പാലമുണ്ട്, ഒരു തടിപ്പാലം കേട്ടോ. ഓസ്റ്റിൻ ഫ്രണ്ട് കിടക്കും. അപ്പോൾ നമ്മൾ നേരെ കയറുവാണ്. ഇവിടെ മീനൊക്കെ കിടന്ന് മറിയുന്നുണ്ട് കേട്ടോ. ഇവിടെ കൊളയട്ടുണ്ടോ? അമ്മമാർ പോകുന്ന വഴി പാമ്പ് നീർക്കോലിയാണല്ലോ. ചെറിയ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞൊരു നീർക്കോലി ഇവിടെ താന്നു പോയിട്ടുണ്ട്. നീർക്കോലിയുടെ ബേബി അവനെ ഉണ്ടായതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിള്ളേർ നമ്മളെ എന്തായാലും ഗൈഡ് ചെയ്യുവാണ്. ഇവിടെ സാധാരണ എന്നാക്ക മീനെ കിട്ടുന്ന ഓസ്റ്റിൻ ഒരു മിനിറ്റ് സിലോപ്പി കിട്ടാറുണ്ട്. ഗോൾഡ് ഫിഷ് കട്ട്ല. വലിയൊരു കട്ട്ല കിട്ടുവാണെങ്കിൽ പൊളിക്കും കേട്ടോ. ആ കാണുന്ന ഒരു ചെറിയൊരു തടിപ്പാലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ചൂണ്ടിടാൻ വേണ്ടി പോകുന്നത്. അതുപോലെ നമ്മൾ തീറ്റ തന്നെ ഇടുന്നത്. മണ്ണിരയുണ്ട്. ആണോ? അതിലാണ് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മണ്ണിര തന്നെ എടുത്തുള്ളൂ. കാരണം യൂണിവേഴ്സൽ ബെയ്റ്റ് ആണ് മണ്ണിര. എല്ലാ മീനുകളും പിടിക്കും. ഓ എന്താ പൊന്നെ. അത് ഗൈസ് അവിടെ ഒരാൾ ഇപ്പോൾ അവനെ കാണിച്ചു തരാം. അതിന് മുമ്പുണ്ടല്ലോ, ഇതെന്നാണ് അത് നല്ല രസമുള്ള പൂവാണല്ലോ. നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് കാണുന്നതാണ്. ഇവിടെ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടില്ലാത്ത വെറൈറ്റി പൂക്കളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെ ഒരു വലിയൊരാൾ നിൽപ്പുണ്ട്. മാത്തൻ എന്നാണോ അവൻ്റെ പേര്? എടാ മാത്തൻ എന്ന് പറഞ്ഞൊരു തത്ത എനിക്കുണ്ട്. ആണോ? നിങ്ങളുടെ മാത്രമാണത്? ഗൈസ് ഇവരുടെ മാത്രം ഞാൻ കാണിച്ചു തരാം. അവൻ എന്നെ കണ്ടു ഇവിടെ തല കൊത്തി കാണിക്കുന്നുണ്ട്. ഇത് എത്ര വയസ്സ് പ്രായമുണ്ടാ? 3 വയസ്സ്. അങ്ങോട്ട് പോയ പ്രശ്നമുണ്ടോ? ആണോ? അവന് പേടിയുണ്ടല്ലേ? ഇത് രണ്ടുപേരും അവിടെ നോക്കുന്നുണ്ട്. അവൻ ഇച്ചിരി പേടിക്കാറുണ്ട്. 3 വയസ്സ് പ്രായമുള്ളൂ. സുന്ദരനാണല്ലോ. അപ്പോൾ നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി പോവാണ്. ആദ്യം ആര് ചൂണ്ടിടുന്നത്? ഇവനാണ് ഇടുന്നത്. തീറ്റ കാണിച്ച്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പിള്ളേരെ കൊണ്ട് ഇടിപ്പിക്കാം കേട്ടോ. മോൻ്റെ പേരിനായിരുന്നു? ആഷിൽ. എന്താണ് നല്ല വിലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണ്ണിരാണ് കേട്ടോ. 2-3 കിലോ ആണോ? ഈ ചെറുപ്പം പേടിക്കും. ചെറുപ്പം ഇപ്പം തന്നെ ഒന്ന് അടങ്ങിയിരിക്കുക. അന്ന് ഇത്ര ഉള്ള പിടിച്ചപ്പോൾ ഞാൻ ഞാൻ കണ്ടതാ. അടിപൊളി. ഡേ പയ്യൻ ഇവിടെ എന്നാണല്ലോ. അവൻ വരെ ഓർക്കുവാണ്. ലെഫ്റ്റ് ഹാൻഡ് ആണോ? അല്ലല്ല, ഞാനും ചൂണ്ടിടാം. എനിക്ക് ചൂണ്ട തന്നെ. എനിക്ക് മോനിട്ടോ, നീ ഈ ചൂണ്ട അടിക്കാറോ? അപ്പൊ ഇവൻ ആദ്യത്തെ ചൂണ്ടിടാൻ വേണ്ടി പോകണം. എനിക്കൊരു ചൂണ്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് പുതിയ ചൂണ്ട, ഫ്രഷ് ചൂണ്ടയല്ലേ. മോൻ ഇടുന്നില്ലേ? നല്ല ചൂണ്ട കേട്ടോ. നല്ല അടിപൊളി ഇടാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വരാനും ഓർക്കുവാണ് കേട്ടോ. ഇച്ചിരി മിച്ചം കടലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ വാലിങ്ങനെ അവിടെ നനക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അത് പിടിക്കാനായിട്ട് വലിയ മീൻ വരും കേട്ടോ. ഓ, ഈ താഴ്ച മതിയോ? മതി. ആർക്കൊക്കെ നീന്താൻ അറിയാം? ആർക്കും അറിയത്തില്ല. പാലം ഒടിഞ്ഞ് കഴിഞ്ഞാൽ ആരൊക്കെ വെള്ളത്തിൽ പോയി നീന്തി രക്ഷപ്പെടുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗൈസ് എന്റെ ചൂണ്ടയിൽ എന്തോ കിടന്ന് കൊത്തുന്നുണ്ട് കേട്ടോ. കിട്ടിയോ? കാണിച്ച്. അവിടെ പയ്യന് കിട്ടിയതായിരുന്നു. അവന് കിട്ടിയ മീൻ പോയി. ആദ്യത്തെ മീൻ. അടുത്ത ആരാ പിടിക്കുന്നു അവിടെ? ഫസ്റ്റ് പിടിക്കുന്നതായിരുന്നു നോക്കാം. അവിടെ പിടിച്ച് എടാ കാണിച്ചടാ. കുഞ്ഞ് സിലോപ്പിയ ഹരീഷാണ് ആദ്യം പിടിച്ചിരിക്കുന്നത്. ഗോൾഡ് ഫിഷിന്റെ കുഞ്ഞാണ് കേട്ടോ. നമുക്ക് തിരിച്ചു വിടാലോ? ചെറുതല്ലേ? ഇവൻ തിരിച്ചു വിട്ടാ കേട്ടോ. ഇത് കണ്ടോ, ഗോൾഡ് ഫിഷിന്റെ കുഞ്ഞ് ബേബി. ഇത് കണ്ടോ, നല്ല രസമുണ്ട് മീനെ കാണാനായിട്ട്. ഇതിലുണ്ടോ, ഭയങ്കര രസമുണ്ട് കേട്ടോ. നിങ്ങൾ തിരിച്ചു വിട്ടേക്കടാ, കുഞ്ഞായതുകൊണ്ട്. നിങ്ങൾ എടുക്കത്തില്ല ഇതിനെ? ഇല്ല. അപ്പോൾ നമ്മൾ തിരിച്ചു വിടണം കേട്ടോ.
ഇതിൻ്റെ 5 കിലോ ഉള്ള സാധനം ഇതിനകത്തുണ്ടല്ലേ? ആ, അത് നമുക്ക് പിടിക്കാം. അപ്പം ഫസ്റ്റ് മീൻ പിടിച്ചിരിക്കുന്ന ഹരീഷാണ് കേട്ടോ. അടുത്ത് കിട്ടിയോ? അടുത്ത് കിട്ടി. ആഷിലെടുത്ത് പിടിച്ചിട്ടുണ്ട്. നല്ല മീനാണ് കേട്ടോ. ഈ ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ കട്ടളയിൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞ സാധനം കേട്ടോ. അതിൻ്റെ കുഞ്ഞത്. അപ്പം നമ്മൾ ഇവനെ ഇതാ കിട്ടുന്നല്ലേ. എൻ്റെ പൊന്നെ, അത് പ്രോപ്പർ കട്ടള. 3 കിലോ ഉണ്ട്. ഇവന്മാർ പിടിച്ചേക്കുന്നതാണ് കേട്ടോ. അടിപൊളി. അതുപോലെ തുറന്നിട്ട് പിടിക്കുവാണെങ്കിൽ കേട്ടോ നിങ്ങൾ ഇന്ന് ഹീറോ എല്ലാവരും. അപ്പോൾ നമ്മൾ അവനെ തിരിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അകത്തേക്ക് കയറുവാണ് കേട്ടോ. നമ്മളെ അവന്മാർ ഇച്ചിരിയും കൂടെ ഒരു നല്ല സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിള്ളേർ അവിടെ നിന്നിടുവാണ്. അപ്പം നമുക്ക് അവിടെ പോയി നിൽക്കുവാണെങ്കിൽ അവർ പിടിക്കുന്ന മീനിനോടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഇടാം അല്ലേ? നമ്മൾ ചൂണ്ടയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പേഷ്യൻ്റ്ലി വെയിറ്റിംഗ് ആണ് കേട്ടോ. അവൻ്റെ ചൂണ്ട മീൻ കൊത്തുന്നുണ്ട് കേട്ടോ. വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എൻ്റെ പൊങ്ങിവിടെ കിടപ്പുണ്ട്. ദേഹം അത് മീൻ കൊണ്ടുപോകുന്നു. കുഞ്ഞു മീനാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ താത്തിയാനല്ലേ? ഓ, അടിപൊളി. അവനങ്ങനെ ആദ്യത്തെ സിലോപ്പിനെ പിടിച്ചിട്ടുണ്ട്. കൊള്ളാലോ. ഇവന്മാർ ഇവിടുത്തെ പുലി മീൻ പിടുത്തക്കാരാണ് കേട്ടോ. നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ ചൂണ്ട ഇത് കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. ഇതിനെന്നാ ചെയ്യുന്നത് നിങ്ങൾ? ഇത് കുഞ്ഞല്ലേ? ഇതിന് തിരിച്ചുവിടാം അല്ലേ? നമുക്ക് കറി വെക്കാൻ പാകത്തിനുള്ളതൊന്നുമല്ല. അവന്മാർ നമുക്ക് തിരിച്ചുവിടാം. ഇവന്മാർ എത്തിക്സ് ഉള്ള ആംഗ്ലേഴ്സ് ആണ് കേട്ടോ. നല്ല പിള്ളേർ അങ്ങനെയാണ്. നമ്മൾ അതിനെ തിരിച്ചുവിടും. അയ്യോ, ഓക്കെ, നമ്മളവനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി പോയിട്ടുണ്ട് കേട്ടോ. ഇത്ര മതിയല്ലേ? നോക്കിയാൽ നമ്മൾ പിള്ളേരിൽ നിന്നും പഠിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ കുറേ കാര്യങ്ങൾ. ഓ, വേണ്ട, ഇവൻ മീനെ പറപ്പിക്കുകയാണ് കേട്ടോ. ഓ, ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് പിടിച്ചു കേട്ടോ. എൻ്റെ മീൻ അധികം ഹേർട്ടായിട്ടില്ല. ഞാൻ മീനിന് അടുത്ത് കാണിച്ചില്ല. അപ്പോൾ ഞാനിവിടെ തിരിച്ചു വിടുവാണ്. ഞങ്ങളുടെ 2 മീൻ ചേട്ടനേൻ്റെ മക്കളാന്ന് തോന്നുന്നു കേട്ടോ. ഇതേ ഒരേ വരും. ഇപ്പോൾ ഇതുണ്ടോ നോക്കി. അപ്പോൾ കുഞ്ഞിനായതുകൊണ്ട് നമ്മൾ തിരിച്ചു വിടുവാണ്. നമ്മൾ സർവൈവ് ചെയ്തോളും കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തിടുവാണ് കേട്ടോ. നമ്മൾ വലിയ മീനിന് വേണ്ടി ഇടുവാണ്. ഓ, ഇതിനടുത്ത് ചെമ്പല്ലിക്കുഞ്ഞോ? വാടാ. നമ്മൾ അടുത്ത സിലോപ്പിനെ പിടിച്ചു. സിലോപ്പിയല്ല, കാർപ്പ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ കാർപ്പിനെ പിടിച്ചിരിക്കുകയാണ്. ഇതിന് വലുതൊന്നും പിടിക്കുന്നില്ലോ. വലുത് പിടിക്കും കേട്ടോ, വലുത് പിടിക്കും. അപ്പോൾ ഞാൻ ഇത് വലിയ ഹേർട്ടായിട്ടില്ല കണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ തിരിച്ചു വിടുവാണ്. നോക്കോളൂ. ഞാൻ ചൂണ്ടേ മുറുക്കെ പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. പിള്ളേർ പറഞ്ഞാൽ വെച്ചാൽ ഇവിടുന്ന് കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ആരെയാ വെള്ളത്തിൽ ഇട്ടെ വലിച്ചിട്ട് ഒരു കൂട്ടാനെ പിടിച്ച് മീൻ വലിച്ച് വെള്ളത്തിലേക്ക് ഇട്ടാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഓ, ഇതെന്നാ സാധനം? ഇത് ചുമന്ന കാർപ്പ്. ഓ, കാർപ്പിൻ്റെ കുഞ്ഞ് കേട്ടോ. അടുത്ത കാർപ്പിൻ്റെ കുഞ്ഞിനെ കിട്ടിയിരിക്കുകയാണ്. അല്ലല്ല, കുഞ്ഞുങ്ങളെ അടുത്ത് നിൽക്കുന്നുള്ളൂ. വലുതൊക്കെ താഴെ നിൽക്കുന്നത്. ഇത് കണ്ടോ? ഇപ്പോൾ കിട്ടിയതിൽ അത്യാവശ്യം മുഴുപ്പുള്ളൊരു കാർപ്പിൻ്റെ കുഞ്ഞാണ് കേട്ടോ. ഇത് കണ്ടോ? നല്ല ഭംഗിയാണ് ഇവന്മാരെ കാണാനായിട്ട്. ഇവ വിടാം. അപ്പോൾ നമ്മളിവിടെ തിരിച്ചുവിടുവാണ് കേട്ടോ. നമ്മൾ വലുതിനെ എടുക്കുന്നുള്ളൂ. നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ളത് നമ്മൾ എടുക്കത്തുള്ളൂ. ഇത് മീനാ ജോനെ ആണ്. അവനെ കിട്ടി. അവനെ റെക്കോർഡ്. അവനെ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ചെയ്യാനാ. ഉയ്യോ, ആടെ ആണ്ടെ. ആണ്ടെ ജെറിൻ. ഇപ്പൊ പിടിച്ചതില് ഏറ്റവും വലിയ മീൻ പിടിച്ചത് ജെറിനാണ് കേട്ടോ. എന്താ പോന്നെ ഇതല്ലേ? ഇവന് ഭയങ്കര ലക്ക കേട്ടോ. പുള്ളി അടിപൊളി. അപ്പൊ ഇവനെ നമ്മൾ തിരിച്ചു വിടുന്നില്ലല്ലോ. അയ്യോ. അപ്പൊ എന്താണ് വൈകിട്ട് വറക്കാനുള്ളത്? നമ്മുടെ ആദ്യത്തെ സിലോപ്പിനെ ചെറിയ പിടിച്ചിരിക്കുവാണ്. അടിപൊളി. അടുത്ത വരെ ഓർക്കട്ടെ. ഒരു മീൻ പിടിച്ചതിന് അഹങ്കാരം. ഇത് കണ്ടോ? ജീവിതത്തിൽ 2ാമത്തെ തവണ മീൻ പിടിക്കും. പക്ഷെ സൂപ്പർ മീനാണ് കേട്ടോ. അപ്പൊ ഇതിന് നമ്മൾ വൈകിട്ട് കൊടുത്താൽ അവർ വറുത്ത് തരത്തില്ലേ? അതൊക്കെ ചെയ്യും. എവിടെ മറക്കാം. അടുത്ത സിലോപ്പിയ. അപ്പോൾ നമ്മൾ കിട്ടിയതിൽ പിന്നെയും വലിയ കുഴപ്പമില്ലാത്ത സൈസ് സിലോപ്പിയാണ്. നമ്മൾ ഇവനെ കളയുന്നില്ല. ഇവനെ നമ്മൾ കൊണ്ടുപോകാണ്. ഞങ്ങൾക്ക് 3 പേർക്ക് 3 മീൻ എന്തെങ്കിലും എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 2ാമത്തെ മീൻ അടിപൊളി. ആ, കിട്ടിയോ? അയ്യോടാ, വിട്ടുപോയ. അയ്യോ, ഈ സാധനമാണോ പിടിച്ചത്? ഇതേ കണ്ടല്ലോ. നമ്മൾ തിരിച്ചു വിടുവാണ് കേട്ടോ. അമാർക്ക് അവിടെ ഭയങ്കര കൊത്താണ് കേട്ടോ. ഓ, നമുക്ക് കൂടുതലും കിട്ടുന്ന ഈ ഒരു സൈസാണ് കേട്ടോ. ഇതുണ്ടോ? ഈ ഒരു സൈസാണ്. നമ്മൾ ഇവന്മാരെ തിരിച്ചു വിടുക. അതെ, കാണിച്ചു തരാമേ. കണ്ടല്ലോ. ഓക്കോടാ. ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്ന ആളെടുത്ത് നിൽക്കുമല്ലേ നൈസായിട്ട്. ഓ, എടാ വലുതായിരുന്നടാ. ഇതൊക്കെ എന്ത്. അപ്പോൾ നമ്മളിത് അടുത്ത സിലോപ്പി പിടിച്ചിരിക്കുവാണ്. ഈ ഒരു സൈസ് തന്നെയാണ് കൂടുതലും കിട്ടുന്നത് കേട്ടോ. നമ്മൾ ഇവനെ തിരിച്ചു വിടുവാണ്. ഇതുണ്ടോ? എടാ, അവൻ നമ്മുടെ സ്ഥലത്ത് ഇട്ടാ. ഞാൻ അതിൻ്റെ തൊട്ടടുത്തിട്ട്. ഓ, എടാ സോറി. ഹരീഷ് അടുത്ത് മീൻ പിടിച്ചിട്ടുണ്ട്. നല്ല ഹരീഷ് ആൻഡ് ടീം അടുത്ത് മീൻ പിടിച്ചിട്ടുണ്ട്. ടീമിനെ ഇവിടുത്തെ അടുത്ത് മീൻ കളഞ്ഞു. കുഞ്ഞല്ലേ, അവന് വിട്ടേക്കാം. എടാ വലിയ സിലോപ്പിയ. നമുക്ക് അടുത്ത തന്നെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. വലിയ കുഴപ്പമില്ല. നമുക്ക് ഇവനെ എടുക്കാം. ഓ, ഇന്ന് തന്നെയാണല്ലോ മീൻ വറുത്തത് കൂട്ടി നമ്മൾ. അപ്പോൾ നമ്മുടെ 3ാമത്തെയാണ് കേട്ടോ. വേണ്ടടാ ഇവനെ ഒന്ന് കാണിച്ചോ. അപ്പോൾ നമ്മുടെ 3ാമത്തെയാണ്. കൊടാ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. കിട്ടില്ല സ്ഥലം. വെള്ളത്തിന് നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ. ഓ, പിടിച്ച് പോയി അതിന് കൂട്ടത്തില്ല കേട്ടോ. അവന്മാർ അവിടെ നിന്ന് പറഞ്ഞാൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓസ്റ്റിൻ്റെ ആദ്യത്തെ മീനാണ്.
കാണിച്ച സിലോപ്പിയല്ലേ? സിലോപ്പിയല്ലേ? അവൻ തിരിച്ചു വിട്ടോ? കുഞ്ഞതല്ലേ? ഇല്ല, അവൻ ചത്തു വന്നാൽ പറ്റും വെച്ചോ. ആ മീൻ നമ്മൾ തിരിച്ചു വിടുന്നില്ല. കാര്യം എന്താ വെച്ചാൽ അവൻ ഒത്തിരി ഡാമേജ് ഉണ്ടോ, ചത്തുപോകും. തിരിച്ചു വിട്ടിട്ടും കാര്യമില്ല. ജോനെ കിട്ടി. അടുത്ത സിലോപ്പിയ, അത് അടിപൊളി സിലോപ്പിയ. കാണിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മീൻ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവനെ നമ്മൾ തിരിച്ചു വിടുന്നില്ല. അപ്പോൾ നമ്മൾ ഇവനെ എടുക്കുവാണ് കേട്ടോ. നമ്മുടെ 5ാമത്തെ മീൻ. അവിടെ ജോനെ ഹെവി മീനാണേ. കട്ട്ല കണ്ടോ? ആ കട്ട്ല കണ്ടോ? ഇത് മറക്കാം. അടുത്ത സിലോപ്പിയ. ഇത് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇവനെ എടുക്കുവാണ്. ഞാൻ വളരെ കുറച്ച് വരെ ഇടുന്നുള്ളൂ കേട്ടോ. കാണിച്ചു പോയെ 6. കപ്പിത്താൻ ബംഗ്ലാവിലോട് വിളിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് വേറെ ഫുഡിനൊന്നും വേണ്ടെന്ന് പറ, മീൻ മാത്രം മതി. ഓ പറമ്പിച്ചവനെ. ആഷ്ലാൻഡ് ടീം അടുത്തിട്ട് പിടിച്ചിരിക്കുവാണ് കേട്ടോ. അവൻ്റെ അടുത്ത മീൻ ഇത് കണ്ടോ? ഞങ്ങൾ പിടിക്കുന്നതെല്ലാം മറക്കാൻ സൈസ് നോക്കി പിടിക്കുന്നുള്ളൂ. ഇത് കണ്ടല്ലോ അടുത്ത സിലോപ്പിയ. അതുപോലത്തെ ഇപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഇരട്ടിയുടെ കിടക്കുന്നത് അവിടെ. അതിന് വിട്ടോ, നമ്മൾ അവനെ തിരിച്ചു വിടുവാണ് കേട്ടോ. സിലോപ്പിയ നമ്മളിപ്പോൾ പിടിച്ച മീൻ എല്ലാം കൂടെ കൂട്ടി വെക്കുവാണെങ്കിൽ എങ്ങനെ പോയാൽ ഒരു 10, 25 അല്ലടാ 30 മീൻ അടുപ്പിച്ചില്ലായിരുന്നോ? ഓ അയ്യോ പോയി. അടിപൊളി മീനായിരുന്നു കേട്ടോ. എടാ സോറിടാ, അവൻ്റെ ഒരു മീനിനെ ഞാൻ കളഞ്ഞു കേട്ടോ. ഇതൊക്കെ എന്ത് ജെറിന് അവിടെ നമ്മളെ നോക്കി കുശുമ്പ് പോയതാണ്. അദ്ദേഹം നമ്മുടെ അടുത്ത സിലോപ്പി. നമ്മൾ ഇവനെ കളയുന്നില്ല. ഗൈസ്, നമ്മളിനി ജോബിന് ചൂണ്ടിടാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഞാൻ റിട്ടയർ ചെയ്തു. ജോബിന് അയച്ചിട്ടുണ്ടോ നോക്കാവേ. ഓ കറക്റ്റ് ഏറൊക്കെയാണ് കേട്ടോ ജോബിനെ. ആ വലുപ്പത്തിലുള്ള ഞങ്ങളുടെ മീനെല്ലാം കൂട്ടി വെക്കുവാണ്. ഒരു കട്ട്ലയുടെ വലുപ്പമുണ്ട്. നിങ്ങളുടെ ഇത്രയുള്ളൊരു മീൻ. നമ്മൾ അവരെ പയ്യെ പ്രകോപിപ്പിക്കുകയാണ്. അവരപ്പോൾ വലുത് പിടിക്കട്ടെ. ചങ്കിടിപ്പ് കൂടുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോബിൻ്റെ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് അവിടെയാണ് സൺസെറ്റ്. നല്ല ഭംഗിയാണ് സ്ഥലം കാണാനായിട്ട്. പിള്ളേർ എല്ലാ സൈഡിൽ നിന്ന് ചൂണ്ടയിടുന്നു. അമ്മ രണ്ടുപേരും അവിടെ നിന്ന് ചൂണ്ടയിടുന്നു. അപ്പോൾ ജോബിൻ, ഓ എൻ്റെ അമ്മേ, ജോബിന് ആദ്യത്തെ മീൻ വിട്ടുപോയിരിക്കുകയാണ്. ജസ്റ്റ് മിസ്സാരടാ. എടാ അടിപൊളി. ഇവൻ മീനിനെ ഞങ്ങളുടെ ആഷ്ലാൻഡ് ടീം ഇവിടെ തകർത്തോണ്ടിരിക്കും. ഇത് കാണുന്നുണ്ടോ നിങ്ങളുമല്ലോ? കണ്ടു പഠിക്കുക. അവനെയൊന്ന് ക്യാമറ കാണിച്ച്. അടിപൊളി. അവൻ തിരിച്ചു വിട്ടോ. അമ്പ ജീവിക്കട്ടെ അല്ലേ? ഓ അവിടെ സ്കൈയുടെ റിഫ്ലക്ഷൻ നോക്കി നല്ല രസമില്ലേ കാണാനായിട്ട്. ജോബിൻ്റെ ആദ്യത്തെ മീൻ വലുത്. ഇതൊന്നും ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഓരോ മീൻ കിട്ടുമ്പോൾ അവിടെ സങ്കടമാണ് കേട്ടോ. ജോബിൻ പിടിച്ച മീനെ കണ്ടോ? ജോബിൻ പിടിച്ച അത്യാവശ്യം മറക്കാൻ മുഴുപ്പുള്ള സിലോപ്പിയാണ്. ജോബിനെ നീ മീൻ പിടിക്കാന്ന് വിചാരിച്ചായിരുന്നോ? ഇല്ല, കിട്ടിയില്ല. എനിക്ക് കിട്ടിയല്ലേ വിചാരിച്ചു അല്ലേ? അടിപൊളി. എന്നാൽ എടുക്കും, അവനെ എടുത്തു. അവനെ മറക്കാൻ പറ്റും. എടുത്തു. അടിപൊളി. അപ്പൊ നമ്മൾ ഇവനെ എടുക്കുവാണ്. ജോബിന്റെ ആദ്യത്തെ മീൻ 3-6 തട്ടിത്തെറിപ്പിച്ചവനെ. ഓക്കെ, അപ്പൊ നമ്മുടെ ബക്കറ്റ് ഏകദേശം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വറക്കാൻ മാത്രം മീനായി കേട്ടോ അല്ലേ? അടിപൊളി. ഇവൻ പിടിച്ചേക്കുന്ന അടുത്ത മീൻ അടിപൊളി കേട്ടോ. ഒരു മീൻ ഇത് ഉടക്കി കിടപ്പുണ്ടായി. ഞാൻ തീറ്റ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എടുത്തു. അപ്പൊ ഒരു മീൻ അത് ഉടക്കി കിടപ്പുണ്ടായിരുന്നു. ജോബിന്റെ 2ാമത്തെ മീൻ അടിപൊളി. എടാ അത് സത്യം പറഞ്ഞു. ഇപ്പൊ വെള്ളത്തിൽ വലിച്ചെടുത്തത് ഞാൻ കണ്ട്. ജോബിൻ ആക്ച്വലി നേരത്തെ മീനെ പിടിച്ചായിരുന്നു. വീഡിയോക്ക് ഇമ്പാക്ടിന് വേണ്ടി വലിച്ചെടുത്താണ് അടുത്ത് സിലോപ്പിയ. അവന് തിരിച്ചു കിട്ടോ 4 അടിപൊളി. അവനാണ് ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചത്. ആദ്യം മീൻ പിടിച്ച അവനാണ്. നമുക്ക് ഇവനെ തിരിച്ചു വിടാം കേട്ടോ. പൊക്കോ. അവന് വെള്ളത്തിലാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. പോടാ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവസാനം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആരാണ് അവസാനത്തെ മീൻ പിടിക്കുന്നത് നോക്കാം കേട്ടോ. അവിടെ ഹാരിഷ് ഉണ്ട്, ആഷിനുണ്ട്, ഓസ്റ്റിൻ ഉണ്ട്, മനു, ആന്റണി. ഓക്കെ, ആര് പിടിക്കും നോക്കാം. അവന്റെ ചൂണ്ട പിടിച്ചോണ്ട് പോയോ? എന്റെ അമ്മ, അവന് ചൂണ്ട പിടിച്ചോണ്ട് പോയിട്ടോ. എടാ വലിയ മീനാടാ. ആരാണ് വൈൻഡപ്പ് ചെയ്ത് നോക്കാം കേട്ടോ. അയ്യോ, ജോബി വൈൻഡപ്പ് ചെയ്ത് ഒരു വല്ലാത്ത വൈൻഡപ്പ് ആയി പോയി. അത് നിങ്ങൾക്ക് ആ മീനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു വല്ലാത്തൊരു വൈൻഡപ്പ് ആയി. ഇതിനെ തിരിച്ചുവിട്ടോ? മീൻ തന്നെ. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്തു. ഓടാ. അയ്യോ, വൈൻഡപ്പ് ചെയ്യാൻ സമ്മതിച്ചില്ല. അതിന് മുമ്പ് ഇവിടുന്ന് അടുത്ത പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ വൈൻഡപ്പ് എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ആവേശം കൂടി കേട്ടോ. എടാ ഇവനെ നമുക്ക് തിരിച്ചുവിടണോടാ. തിരിച്ചുവിട്ടാം അല്ലേ? ആഷിലിന്റെ അടുത്ത മീൻ അവൻ നമുക്ക് തിരിച്ചുവിടാം അല്ലേ? കുഞ്ഞല്ലേ? അപ്പൊ നമ്മൾ എന്താണ് മീൻ പിടുത്തം വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ ഏറ്റവും വലിയ മീൻ പിടിച്ച ആള് ജെറിനും അതുപോലെ നിങ്ങൾ വീഡിയോ എണ്ണി നോക്കണം കേട്ടോ. ആരാ ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചത്? ആദ്യം മീൻ പിടിച്ചതും ഏറ്റവും വലിയ മീൻ പിടിച്ച ഇവരാണ് കേട്ടോ. നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ കപ്പിത്താൻസ് ബംഗ്ലാവിലേക്ക് തിരിച്ചു പോകും. അതിനുശേഷം ഈ മീൻ അവിടുത്തെ ചേട്ടന്മാർ വെട്ടി ഫ്രൈ ചെയ്യും. ഫ്രൈ ചെയ്യുമ്പോഴേക്കും കഴിക്കാണ്ട് പിള്ളേരെല്ലാവരും വരും അല്ലേ? ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവന്മാർക്കെല്ലാം തണുപ്പ് കാരണം കൈ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും കുളിച്ചും എടുക്കുമാറായോ? എല്ലാവരും കുളിച്ചും എടുക്കുമാറായി. നമ്മുടെ മീൻ എവിടെ വരെ നോക്കണ്ടേ? പോയി നോക്കിയിട്ടേ അല്ലേ? അപ്പൊ ചേട്ടന്മാരാണെങ്കിൽ മീനെല്ലാം വെട്ടി അടിപൊളിയായിട്ട് മസാലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ എണ്ണ ഇവിടുന്ന് ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഓ, ആദ്യം ജെറം പിടിച്ച മീൻ തന്നെയാണ് കേട്ടോ. അടിപൊളി. ഫ്രൈ ആകാൻ ഈ സമയം തന്നെ കേട്ടോ. അപ്പൊ നമുക്ക്
പിള്ളേരെയും കൂട്ടിയത് കഴിക്കാം. അപ്പോൾ ചേട്ടന്മാർ എന്തായാലും മീൻ നല്ല അടിപൊളിയായി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ മീനാണ് ഏറ്റവും നടുക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇരുത്തിയേക്കെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ 2 ടീമിന്റെ ക്യാപ്റ്റന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഹരീഷ് ക്യാപ്റ്റനും ആഷിൽ ക്യാപ്റ്റനും അല്ലേ. അപ്പോൾ ആരും ആരെ ടേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ മീനാ കേട്ടോ, ഫ്രണ്ട് സെന്ററിൽ ഇരിക്കുന്ന കേട്ടോ, നമ്മുടെ മീനാ വലുത്. ടേസ്റ്റ് ഓക്കെ ഡൺ. അവനാണ് ആദ്യത്തെ മീൻ പിടിച്ചത്. അപ്പോൾ അവൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ശരിക്കും അടിച്ചോന്നേ. ചൂടുണ്ടോ? ഒത്തിരി ചൂടുണ്ടോ? ഇല്ല. എങ്ങനെയുണ്ട് മീൻ? ആണോ? കൊള്ളാം. അവൻ അടിപൊളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അടുത്തത് നല്ല കടിച്ച സൗണ്ട് ഇവിടെ കേട്ടല്ലോ. കിളിമീൻ്റെ ടേസ്റ്റ്. കിളിമീൻ്റെ ടേസ്റ്റ്. എങ്ങനെയുണ്ട്? അടിപൊളി. സൂപ്പറാണോ? കൊള്ളാം. സൂപ്പർ. എന്റെ ടീമിന്റെ ക്യാപ്റ്റൻ സൂപ്പർ ആണല്ലേ. അടിപൊളി. പിള്ളേരെ കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചേട്ടന്മാരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് പിടിച്ച മീൻ അടിപൊളിയാണോ? എന്താണ് മീൻ വെട്ടി തന്നതിനും കറി വെച്ചതിനും ഒത്തിരി താങ്ക്സ് കേട്ടോ. കൊള്ളാം അല്ലേ? ആണോ? ബാബാ ചേട്ടാ, അയ്യോ നമുക്ക് മീൻ വറുത്തതെന്ന് ചേട്ടൻ കിടന്നോ? ഉറങ്ങിയായിരുന്നോ? അടിപൊളിയാന്ന് പിള്ളേർ പറഞ്ഞിട്ടുണ്ട്. കഴിച്ചു. എങ്ങനെയുണ്ട്? ഞങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ചു മീൻ നല്ലതാണോ? ഓക്കെ, താങ്ക് യു സോ മച്ച് കേട്ടോ കറി വെച്ച് തന്നതിന്. അപ്പൊ എന്താണ് നമ്മളിത് മീനെല്ലാം പിള്ളേരെല്ലാം കഴിച്ചു തീർന്ന് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മൾ അടുത്ത വീഡിയോ ഉടനെയാണ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് കേട്ടോ. നിങ്ങൾക്കാണ് സ്പെഷ്യൽ താങ്ക്സ് പറയണേ. കാര്യം ഇവരാണ് നമ്മൾ ഇന്ന് കൊണ്ടുപോയതും മീൻ പിടിക്കാൻ സഹായിച്ചതും ചൂണ്ട ഉണ്ടാക്കി തന്നതും ഇരകുത്തി തന്നതും എല്ലാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഒരിക്കലും പേര് പഠിക്കത്തില്ല കേട്ടോ. ടീമിന് കിട്ടത്തില്ല. ഇതെന്തായത്? ഇവിടെ എനിക്ക് കൂടോത്രം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞമ്മടെ പറയ കേട്ടോ. ചുമ്മാ വന്ന് അറപ്പിക്കുക. അയ്യോ പോയി. അടിപൊളി മീനായിരുന്നു കേട്ടോ. എടാ സോറിടാ. നമ്മളേറെ അത്ര ശരിയല്ല. അവിടെ അവന് കുറെ നേരം മീൻ കിട്ടാത്ത ലൊക്കേഷനാണ് നീ പോയി നിൽക്കുന്നത്. നീ ഇവിടെ നിൽക്കുക. പറയാൻ മനസ്സിലായല്ലോ, ബാക്കി ലൊക്കേഷൻ അല്ല അത്. ചുമ്മാ പറഞ്ഞോളാണ് ആ പയ്യൻ അവിടെ ഒന്ന് ചൂണ്ടിട്ടോട്ടെ. അവിടെ ആണെ ഇങ്ങനെ നീ അവിടെ ഡെപ്ത് കുറവുള്ള സ്ഥലമാണ് ഇവിടം വരെ അല്ലേ. ഞാൻ ചുമ്മാ ഇവരെ കൊണ്ട് വാച്ച് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ അനങ്ങുന്നത് എന്താ? ഞാനല്ല അനങ്ങുന്നേ. അമ്മാര് പോകുന്ന വഴി പാമ്പ് നീർക്കോലിയാണല്ലോ. വലുതാകുമ്പോ എന്താണ് ആഗ്രഹം? നേവി പോകണം ആഗ്രഹം അല്ലേ? മറൈൻ എഞ്ചിനീയർ. അടിപൊളി. ബാങ്കിൽ മാനേജറാണ്. ബാങ്ക് മാനേജർ അല്ലേ? ബാങ്ക് കോച്ചിങ് ഒക്കെ പോയാൽ മതി. ടീച്ചർ കൊള്ളാലോ. ഓക്കെ. എന്താ ആഗ്രഹം? അടിപൊളി. ഞാൻ ചോദിച്ചത് സെബിന്റെ ആഗ്രഹം ഉണ്ട് ഭാവിയിൽ? നമ്മുടെ ചാനലിലെ മാക്സിമം ഇന്റർനാഷണൽ അതായത് ഇപ്പൊ 2 മില്യൺ, ഇപ്പൊ 1.7 ആയി. ലോകം ഫിഷിംഗ് ബ്രിക്സിനെ അറിയണം. അതെ. ഇപ്പൊ ഇന്ത്യ ആദ്യം കേരളം, പിന്നെ ഇന്ത്യ, പിന്നെ ഏഷ്യ, പിന്നെ ലോകം. ഞാൻ കുറച്ച് മുമ്പ് സെബിനോട് പറഞ്ഞാണല്ലോ, എനിക്കൊന്ന് ഇന്നലെ വന്നൊന്ന് പറഞ്ഞത്, നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന ചെറിയ കാര്യങ്ങളല്ലല്ലോ, ലോകം മൊത്തം ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും കേട്ടോ.